ഗൈസ് അപ്പോൾ നമ്മുടെ കൊറിയർ വന്നേക്കുന്നത് ഏവൺ ട്രാവൽസിലാണ്. ഗൈസ് അങ്ങനെ ഏറെ നിറച്ച് തിരച്ചിട്ടിലൊടുവിൽ സാധനം കിട്ടിയിരിക്കുകയാണ്. ചെറിയൊരു സാധനം. ഗൈസ് നിങ്ങളെ പ്രോപ്പർ ട്രിപ്പ് ഇറിഗേഷൻ്റെ ട്രിപ്പ് നിങ്ങൾ കാണിച്ചുതരാം. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. നമ്മൾ കുറേ നാളായി ഇപ്പം വ്ളോഗൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു മടുപ്പുണ്ട്. നമ്മൾ എന്തായാലും റീസ്റ്റാർട്ടിങ് എന്നുള്ള രീതിയല്ല, എന്നാലും പറ്റുന്നവരൊക്കെ വീഡിയോ ഇടാം. കുറച്ച് തിരക്കുകളായി പോയി, നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ടായിരുന്നു. അപ്പം എന്തായാലും കുറച്ച് ഒന്ന് ഒതുങ്ങി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു വ്യത്യസ്തമായൊരു കോണ്ടന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ബിപിൻ സാറിൻ്റെ വീട്ടിൽ നമ്മൾ ട്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പം ട്രിപ്പ് ഇറിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ കോട്ടയത്ത് നിന്ന് കളക്ട് ചെയ്യാനുണ്ട്. അപ്പം അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബിപിൻ സാറ് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമുക്ക് അപ്പൊ കുറച്ച് സാധനങ്ങൾ കളക്ട് ചെയ്യാണ്ട് നമുക്ക് എന്തായാലും പോയി ആദ്യം പോയി സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് വെക്കുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ഒന്ന് കാണല്ലോ, വെറൈറ്റി കോണ്ടന്റ് എന്ന നിലയിൽ കൊണ്ടുവന്നതാണ്. ഓക്കെ, പ്രൊഫഷണൽ ഡ്രൈവറാണ് നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ. കാറായാലും ബൈക്കിലാണെങ്കിൽ ഇപ്പം കണ്ടല്ലോ ബ്ലേഡ് കണത്തിലൊക്കെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇടിച്ചത് എന്റെ പൊന്നാളി എന്റെ മര്യാദക്ക് വീട്ടിൽ കൊണ്ടുവരാ. ബ്ലോഗ് വരുവായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇനി രീതിയിൽ പോയാൽ ബ്ലോഗ് വരുമെന്ന് സംശയം. പക്ഷേ വണ്ടി 50 കിലോമീറ്റർ സ്പീഡ് മേളിൽ പോയിട്ടില്ല. അപ്പൊ നമ്മുടെ കൊറിയർ വന്നേക്കുന്നത് ഏവൺ ട്രാവൽസിലാണ്. ഗൈസ് അങ്ങനെ ഏറെ നിറച്ച് തിരച്ചിട്ടിലൊടുവിൽ സാധനം കിട്ടിയിരിക്കുകയാണ്. ചെറിയൊരു സാധനം. നീ എന്നതാ പറഞ്ഞ ചെറിയ സാധനം അല്ലേ? ഇല്ല, ഞാൻ പിടിച്ചോ, നീ വണ്ടി എടുത്തോ. ഗൈസ് അപ്പൊ നമുക്ക് എന്നാടാ ഇല്ല ഓടിച്ചോ. ഗൈസ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്യാബിനിലാണ് ബൈക്കിൻ്റെ ഇരിക്കുന്നത്. അതുകൊണ്ടല്ല ഇവിടെയാണ് ഇരിക്കുന്നത്. എനിക്ക് ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ്, ഈ 2 സൈഡ് മാത്രമേ കാണത്തുള്ളൂ. ഇവൻ സാറിനെ ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടോ എന്ന്. നമ്മളങ്ങനെ ഇവനോട് ഞാൻ പറഞ്ഞു വരാന്ന്. നീ പോടാ, ഇവനോട് കാറിന് വരാന്ന് പറഞ്ഞ. ഗൈസ് നമ്മളെന്തായാലും ഇങ്ങനെ ഈ കാഴ്ചകളൊന്നും കാണാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ വ്യൂ. എൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ ശരി, ഇത് ഫോൺ വ്യൂ. ഇങ്ങനെ പിടിച്ചാൽ എൻ്റെ വ്യൂ ഇതാണ് ഗൈസ്. ഒന്നും കാണത്തില്ല ഫ്രണ്ട്. ഇങ്ങനെ ഇരിക്കാം, ആകാശം കണ്ട് പോവുകയാണ്. എന്തായാലും ഈ ലോഡ് കൊണ്ടൊന്ന് അൺലോഡ് ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ വിജയകരമായി വീട്ടിലെത്തിച്ചെത്തിയിരിക്കുകയാണ്. അയ്യോ, അപ്പം ഇത്രയും വലിയ ലഗേജാണ് നമ്മളൊന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. യെസ്, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ നിമിഷം. എന്തൊക്കെയോ സാധനങ്ങൾ. ഗൈസ് ഇതിൻ്റെ കണക്ടർ, ഇതിൻ്റെ എൻഡാന്ന് തോന്നുന്നു. അതെ, അടി ഇതാണ് ഒരു സാധനം. ഇതെന്നാണ് ഈ സാധനം? ഓ ഗൈസ്, ഇത് നമ്മൾ മെയിൻ പൈപ്പിൽ നിന്ന് സബ് പൈപ്പ് ഇറക്കാൻ വേണ്ടി തുളയിടാൻ വേണ്ടിയുള്ള ഡ്രില്ലിന് പകരം മാനുവലായിട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. 100 രൂപയാണ് ഇതിന്. യെസ് ഗൈസ്, അപ്പം നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ള നമ്മുടെ പൈപ്പിൻ റോൾ. ഇതെങ്ങനെ റോളിൻ്റെ കണക്ക് എങ്ങനെയാ? ഇത് എത്ര മീറ്റർ ഉണ്ട്? ഇത് നമ്മൾ മേടിച്ചേക്കുന്നത് ഇത് 200 മീറ്റർ ഉണ്ട് ഗൈസ്. ഇത് പർച്ചേസ് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. നമ്മളത് ഡയറക്റ്റ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. ഗൈസ് ഇതാണ് പൈപ്പ്. ഈ പൈപ്പ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടി നമ്മൾ ഓരോ 16 mm ആണോ? അല്ല, ഇതെന്നാ വ്യത്യാസം? കട്ടി വ്യത്യാസല്ലേ? നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 16 mm ചൂസ് ചെയ്തത്? ആരും പറഞ്ഞായിരുന്നോ? അങ്ങനെ ഇതും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്ന രീതി സമയത്ത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ അൺബോക്സിങ്. നമുക്ക് ഇനി ബാക്കി കാര്യങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, കുറച്ച് പരിപാടികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം കൂടെ കാണിക്കാറുന്നില്ല, എല്ലാം കൂടെ ചെയ്തുകൊണ്ട് കാണിക്കാനുള്ള സമയപരിമിതികൾ കൊണ്ടാണ്. എന്തായാലും കുറച്ച് പരിപാടി നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളത് ഞാൻ കാണിച്ചിട്ട് വിശദീകരിച്ചു തരാം. ഓക്കെ,
ഗൈസ് അപ്പം നമ്മുടെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുളം മീൻകുളമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അത്യാവശ്യം അറിയാമല്ലോ തെങ്ങിനൊക്കെ പറ്റിയ കുറേയേറിയ വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ മോട്ടർ സാധാരണ വെള്ളം കളയാനൊക്കെ വേണ്ടി ഒക്കെ ആയിട്ട് മോട്ടർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മോട്ടർ ഒരു ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ അകത്താണ്. ഇതിനകത്ത് നമ്മൾ 9 തെങ്ങുണ്ട്. അപ്പോൾ 9 തെങ്ങിന് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ മോട്ടറിൽ നിന്ന് നേരമായിട്ട് ഒരു ഔട്ട് വാൽവ് വെച്ചിട്ടുണ്ട്. അത് നേരെ ഇങ്ങനെ അങ്ങോട്ടും ആ സൈഡിലോട്ടും പോകും, ഈ സൈഡിലോട്ടും. അപ്പോൾ അങ്ങനെ മെയിൻ ഒരു ലൈൻ വലിച്ചിട്ട് അതിൽ നിന്ന് ട്രിപ്പിൻ്റെ ചെറിയ ചെറിയ ലൈനുകൾ ഹോളിട്ട് നമ്മൾ ഓരോ സൈഡിലോട്ട് ഇടാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ആസ് പെർ ദ പ്ലാൻ നമ്മൾ ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ഔട്ടുണ്ട്. അത് നമുക്ക് കുളം വറ്റിക്കുമ്പോഴത്തേക്കും ഈ വാൽവ് അടച്ചു വെച്ചിട്ട് ഈ വാൽവ് ഓപ്പൺ ചെയ്താൽ കുളം വറ്റിക്കാനും പറ്റും. ഇൻ കേസ് നമുക്ക് ട്രിപ്പ് ചെയ്യേണ്ട, കുളം വറ്റിച്ചാൽ മാത്രം മതി എന്നുള്ളൊരു കണ്ടീഷനിൽ നമ്മളൊരു ഓപ്ഷൻ ഇട്ട് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ ഈ ഹോൾട്ടേക്കെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് വാൽവ് നിറയ്ക്കാൻ വേണ്ടി, വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഒരു ഹോൾഡ് വെച്ചേക്കാണ്. ഐ മീൻ അതൊരു അതിനുള്ള ഓപ്ഷൻ അത്. അപ്പോൾ അങ്ങനെയാണ് പരിപാടികൾ. ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ. അപ്പം നമ്മൾ മെയിൻ ലൈൻ ഇവിടെ വന്നിട്ട് ആ ഒരു ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഒരു ഹോളിടും. ഹോളിടാൻ ടൂളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മളത് കാണിച്ചിട്ട് ആ ട്രിപ്പ് ഇറിഗേഷൻ്റെ ആ കിറ്റിൻ്റെ അകത്ത് വരുന്നതാണ് ആ ടൂള്. അപ്പം നമ്മളിത് ഇവിടെ ഒരു ഹോളിട്ടിട്ട് നേരെ ട്രിപ്പിൻ്റെ ആ ഒരു ബ്ലാക്ക് പൈപ്പ് അത് ഞാൻ കാണിച്ചിട്ട് അപ്പം ഇവിടുന്ന് തുളച്ചിട്ട് നേരെ അങ്ങോട്ടിടാനുള്ള പ്ലാനാണ്. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ തെങ്ങിൻ്റെ ചോട്ടിലൊറ്റി ഇടും. ഒരു പൈപ്പ് നേരെ തെങ്ങിൻ്റെ ചോട്ടിലോട്ട് പോകും, അടുത്ത പൈപ്പ് നേരെ അടുത്ത തെങ്ങിൻ്റെ ചോട്ടിലോട്ട്. അങ്ങനെയാണ് അത് ഈ ഒരു സെക്ഷൻ. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്ത സെക്ഷൻ ഇവിടെ അതുപോലെ തന്നെ 1, 2 തെങ്ങുണ്ട്. പിന്നെ നാടൊക്കെ ഒരു ജാതിക്ക് വേണ്ടായിരിക്കും. ജാതിക്ക് ഇടുന്നുണ്ടോ ഇവനെ? അപ്പം ജാതിക്ക് ഇടുന്നുണ്ട്. ഇതാണ് പൈപ്പ്. പൈപ്പാണ് നമ്മൾ ഇത് ഇവിടെ തന്നെയല്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ഇടാനല്ലേ ഈ പൈപ്പ് ഇട്ടിട്ട്? നീ തന്നെ അളവ് നോക്കിയോ? ഓക്കെ. ഇങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് വിടും, ഈ പൈപ്പ് അങ്ങോട്ട് ഇടും. ഇനി പറഞ്ഞ സമയങ്ങളെന്നല്ല നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ ടൂൾ. ഇവിടെ ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ടൂൾ ഇത് വെച്ചാൽ നമ്മൾ തുളയിടുന്നത്. ഇത് കുറച്ച് ചെറുതാണ്, നമ്മൾക്ക് കയറാൻ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി തുള കുറച്ചുകൂടെ വലുതാക്കി ഇടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു വാഷർ വെക്കുന്നുണ്ട്. ആ വാഷർ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അത്രയും ടൈറ്റായിട്ടിരിക്കണം എന്നില്ല, അത് കയറാനും ഇച്ചിരി പാടാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ ടൂളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് തുള ഇച്ചിരി വലുതാക്കുമ്പോൾ വേണം. ആ പീസ് അകത്തോട്ട് പോകണം. ഓക്കെ. അപ്പോൾ ആ പീസ് അതിൻ്റെ അകത്തോട്ട് പോകുമെന്ന് മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ചൂടാക്കണം. നമ്മൾ ആക്ച്വലി ഇവിടെ ബുഷോ കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പശ കാര്യങ്ങൾ പോലെ ഒന്നും. ഈരൊക്കെ വരുന്നുണ്ട് കൈസ്. അപ്പം പശയൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല സെറ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ലീക്ക് വരും. കൈസ് ഇതാണ് നമ്മുടെ ബുഷ് നമ്മളിങ്ങനെ അകത്തോട്ട് തള്ളി കയറ്റി വിടണം. ആ ബുഷ് അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതാണ് സ്റ്റാർട്ടറും ഇതുപോലെ അങ്ങ് വെക്കും. കമോൺ യൂസ് യുവർ ബ്രെയിൻസ്. ഇനി പൈപ്പ് കൂടെ അങ്ങ് വെക്കും. ഇവിടുത്തെ കാര്യം സെറ്റായി. എടാ അത് ഊരിപ്പോത്തൊന്നുമില്ലല്ലോ, അത്രയല്ലേ പരിപാടി ഉള്ളൂ? ആ ഓക്കെ, ആ പരിപാടി അത്രേ ഉള്ളൂ. അത് നമ്മൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ അളവിനേക്കാൾ നമ്മൾ ചെറുതായിട്ട് വലുതാക്കില്ല. അപ്പം സെറ്റാകുമോ നോക്കട്ടെ. ഓണായിക്കടാ. വെള്ളം വരുന്നുണ്ട്. വെള്ളം വരും. ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല, ലീക്കൊന്നുമില്ല. അത്യാവശ്യം നല്ല പ്രഷറുണ്ട്. മറ്റൊരു സ്ഥലത്തോടെ ലീക്കുണ്ടോ നോക്കിയേക്കാം. ഇവിടെയും ലീക്കൊന്നുമില്ല. ഓക്കെ, അപ്പം അത് വിജയം കണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്ര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നാളെ. ഓക്കെ, നമ്മളങ്ങനെ അടുത്ത ദിവസം വന്നിട്ടുണ്ട്. അടുത്ത ദിവസം നമ്മളപ്പം ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫുള്ള് കാണിച്ചു തരുന്നത് ഭയങ്കര ലെങ്ത് ആയിപ്പോൾ. അതുകൊണ്ട് എന്തായാലും നമ്മൾ അവിടുന്ന് മെയിൻ പൈപ്പ് അവിടുന്ന് ഓരോ തെങ്ങിൻ്റെ ചോട്ടിലോട്ട് ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് വിട്ടേക്കുവാണ്. ഇവിടെ ഒരു തെങ്ങുണ്ട്, പിന്നെ നമുക്ക് ഇവിടെ ഒരു തെങ്ങുണ്ട്, പിന്നെ അതും ഒരു തെങ്ങാണ്. അപ്പോൾ നമ്മൾ എല്ലാ കറക്റ്റ് അളവിനും നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മളിനി ഇവിടെ കേട്ടോ, ഇതൊരു ജോയിൻ്റ് ആണ്. ഇങ്ങനെ ടീ പോലെ ഇട്ടിട്ട് ഇതിൻ്റെ എൻഡ് ഒരു സാധനമുണ്ട്, അതുകൂടെ ഇട്ടിട്ട് നമ്മളത് സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വാൽവ് അപ്പോൾ എൻഡിലിടുന്ന വാൽവാണ്. ആ വാൽവൂടെ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ സാധനം ഇതാണ് ടീ. എടാ ഇതിൻ്റെ സൈസ് തന്നെ എത്രടാ? ഇത് 16 mm ആണ്. പൈപ്പിൻ്റെയോ?
പൈപ്പും ഇതും 16 mm ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പം നമുക്കെന്തായാലും അപ്പം നമ്മളിത് എടുത്തേക്കുന്നതിന് എല്ലാത്തിൻ്റെയും സൈസ് 16 mm ആണ്. പൈപ്പും ഈ ടീ വാൽവ് പിന്നെ നമുക്ക് അതിൻ്റെ എൻഡിൽ ഇത് ഞാൻ ഇട്ട് വെച്ചേക്കുവാണ് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ എൻഡ് വാൽവും 16 mm ആണ്. നമുക്ക് എന്തായാലും ഇത് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചുമ്മാ ജസ്റ്റ് തല കയറ്റിയാൽ മാത്രം മതി. പ്രത്യേകിച്ചൊന്നും ഉരുക്കുക കാര്യമൊന്നും വേണ്ട. പിന്നെ അതിൻ്റെ അടുത്ത എൻഡും ഇതുപോലെ ഇത് ചെയ്തുണ്ടല്ലോ ഷൂട്ടായി. ഇനി ഇവിടെ നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ ഈ വാൽവ് കൂടെ വെച്ചാൽ സെറ്റ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കണ്ടല്ലോ. ഇതെന്നാലും നമ്മൾ മുറിച്ചിട്ടിട്ട് ഇത് കണ്ടു. മഴയൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം പറ്റിപ്പോയി, മണ്ണ് പറ്റിയതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടിട്ട് നമുക്ക് ആവശ്യത്തിന് എന്താണെന്ന് ഇതൊരു വാൽവാണ് കേട്ടോ. അത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി അറിയാം. കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ആവശ്യത്തിന് വേണ്ട അത്ര ഓപ്പൺ ആക്കിയിട്ട് നമ്മളിത് ചുമ്മാ ചോട്ടിലോട്ട് ഇട്ടാൽ മാത്രം മതി. പിന്നെ ഇതിന് പകരം നമുക്ക് ട്രിപ്പ് ഇറിഗേഷൻ്റെ വേറെ സംഭവം തുള്ളിയായിട്ട് വെള്ളം വീഴുന്ന ഒരു സംവിധാനം കൂടെ നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും ഈ വാൽവിന് പകരം. പക്ഷേ അത് നമ്മൾ ഈ കരടൊക്കെ വന്നു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു മീൻകുളത്തിൽ നിന്നാണ് വെള്ളം അടിക്കുന്നത്. അപ്പം നമ്മൾ കരടൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ വാൽവ് വെച്ചത്. വാൽവിന് ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നോക്കിയറിയാം, നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് അവിടെ കണ്ടല്ലോ കുഴിഞ്ഞിരിക്കുന്നത്. വെള്ളം വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് തന്നെ വെള്ളം അടിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു വരാനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉപയോഗം എന്താണോ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ ഒന്ന് ഓണാക്കി വെക്കാം. ഓക്കെ. അപ്പം ജീവൻ എന്തായാലും അവിടെ എൻ്റെ ഫുട്ബോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് ഫുട്ബോളിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതോടെ കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിയുകയാണ്. അപ്പോൾ ബാക്കി സ്ഥലങ്ങളൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കപ്പയ്ക്കകത്തുള്ള തെങ്ങിൻ്റെ അകത്തൂടെ ഇത് വെക്കാൻ വേണ്ടി വന്നാണ്. വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. സിമ്പിൾ കേസുള്ളൂ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളാണ്. കണ്ടല്ലോ, ജസ്റ്റ് കട്ട് ചെയ്യുക, സിമ്പിൾ, കഴിഞ്ഞു, ഒരടി കഴിഞ്ഞു. വലിയ കട്ടിയുള്ള പൈപ്പും അല്ല, ആവശ്യത്തിനനുസരിച്ച് തുറന്ന് വെക്കുക, അത്രേ ഉള്ളൂ. ഇത് ഇവിടം വരെ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഈ അറ്റം കൂടെ അടച്ചു വെച്ചാൽ മാത്രമേ ഉള്ളൂ വെള്ളം ഇവിടെ എടുത്തുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം ഇതുവഴി അങ്ങ് പോകും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം എൻഡ് ഗ്യാപ്പ് ഇട്ട് അടയ്ക്കുന്ന ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്. അതും നമ്മുടെ ഈ ഒരു കിറ്റിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ്. ഇത്ര നിങ്ങളിട്ടാണ് അടയ്ക്കാൻ പോണേ. എൻഡിലിടുന്ന സാധനം. ഇത് കണ്ടല്ലോ, ഇത് എൻഡ് ചെയ്യുക. ഇതാണ് എൻഡ്. ഒന്നുമില്ല, ഈ സാധനം മടക്ക് വീഴുവാണ്. ഒരു സൈഡ് ഒരു പൈപ്പ് കയറ്റും, അടുത്ത സൈഡ് അതിൻ്റെ വേറെ അറ്റം കയറ്റും. അത്രേ ഉള്ളൂ. കാണിച്ചു തരാം. ഇത്രയും കയറ്റുക, മടക്കുക, ഇതിനകത്തോട്ട് ഇടുക, അത് ക്ലോസ്. ഇനി അത് വെള്ളം പോകത്തില്ല. കണ്ടല്ലോ, ഇത്രയും നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ കുറച്ച് നേരത്തിന് ഇങ്ങനെ ഓണാക്കി ഇടും. അപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള വെള്ളം എല്ലാത്തിനും ചൂട്ടിലാവും. അതുകൊണ്ട് ട്രിപ്പ് ഇറിഗേഷൻ, അല്ലാതെ ഭയങ്കര ഒത്തിരി വെള്ളം വരുന്നതല്ല. പിന്നെ ഇനി ഇത് അവിടെ കാണിച്ചുതരാം. ഒരു വേണ്ടാ, ഇനി ഇവിടെ കൂടെ എത്തിച്ചുതരാം. ഇതുണ്ടല്ലോ, ഇതുവഴി വെള്ളമൊന്നും പോകുന്നില്ല. ഈ അറ്റം വെച്ച് നമ്മൾ തുളയിടുന്നു. ഈ അറ്റം ഈ മോന വെച്ച് ഓക്കെ തുളയിട്ടു. ഈ സാധനം എടുക്കുന്നു. വെള്ളം ലീക്കാതില്ല. ഇല്ല. ഓക്കെ. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഇത് തുറന്നു വിടാം. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ തുളയായതുകൊണ്ട് പൊടി കയറി അടഞ്ഞു. നമ്മൾ പൈപ്പിലൊക്കെ വെള്ളമാണെങ്കിൽ ഇത് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും പറ്റും. ഇത് ഇത്ര അടച്ചു വെച്ചെന്ന് വെച്ചോ, ഇപ്പൊ വെള്ളം കുറവായിരിക്കും. ഓക്കെ. കയറ്റി വെച്ചു, വെള്ളം കൂടി വരും. അങ്ങനെ കാണിച്ചു തരാം. റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങളെ പ്രോപ്പർ ട്രിപ്പ് ഇറിഗേഷൻ്റെ ട്രിപ്പ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ്, ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനം വേണം കാണിച്ചു തരാം. കണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും വെള്ളം പോകുന്നത്. അതിൻ്റെ അകത്ത് നമുക്കത് കൺട്രോൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇത് ഫുൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫുൾ ഓപ്പൺ ആക്കി ഇങ്ങനെ ഇരിക്കും. ഇത് നന്നായിട്ട് ഫുള്ള് നമുക്കത് ടൈറ്റ് ചെയ്ത് അത് ക്ലോസ് ചെയ്യണം. ഫുൾ ടൈറ്റ് ചെയ്ത് വെള്ളം വരത്തില്ല. ഇങ്ങനെയാണ് ട്രിപ്പ് ഇരിക്കുന്നത്. നമ്മൾ വെച്ച ട്രിപ്പ് അല്ല, ഇതാണ് ശരിക്കുള്ള ട്രിപ്പ്.
അപ്പോൾ ഗൈസ് നമ്മുടെ ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഇത് നമ്മൾ ആ പൈപ്പിലോട്ട്, നമ്മൾ PVC പൈപ്പിലോട്ട് ഈ ടൂള് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹോളിട്ട് കഴിഞ്ഞിട്ട് ഇടുന്ന ഒരു ബുഷാണ് ഇത് വെക്കണമില്ലെങ്കിൽ വെള്ളം ലീക്കാവും. അവിടുന്ന് നമ്മൾ അത് കഴിഞ്ഞ് ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടർ നമ്മൾ ഈ ബുഷെ വെച്ചിട്ടാണ് PVC എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് കണ്ടു കാണുകയും ഇങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. തുളയിട്ടാ ഞാൻ കാണിച്ചു. ഉണ്ടോ? ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആദ്യം നമ്മൾ ബുഷ് ഇറക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ബുഷ് ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിയിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ കയറ്റും. അങ്ങനെയാണ് ഇതിന് തുടക്കം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ആവശ്യം അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഇത് ടീ. പിന്നെ അതുപോലെ നമുക്ക് എവിടെയും വളമൊക്കെ വളയ്ക്കണമെങ്കിൽ ഈ എൽബോ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ തന്നെ മേടിച്ചതാണ്, ഇവിടുന്ന് മേടിച്ചതാണ്. നമ്മൾ അവിടെ ഉണ്ട്, നമുക്ക് കോയമ്പത്തൂർ സാധനം കിട്ടും. നമ്മൾ ഈ കേസ് വിട്ട് വേണ്ട കാരണം നമുക്ക് ഇതാണ് പ്രോപ്പർ ട്രിപ്പ് എന്ന് പറഞ്ഞ സാധനം. ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പം നമുക്ക് ഈ സാധനം നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ പൊടി കരടൊക്കെ വന്നു കഴിഞ്ഞാൽ പണിയാണ്. അപ്പം നമ്മൾ ടാങ്കിൽ നിന്ന് അടിക്കുവാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഈ പൊടിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വെള്ളം വരില്ലാണെങ്കിൽ ഈ സാധനം ഓക്കെയാണ്. നമ്മളതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വാൽവ് തുറന്ന് വെള്ളം കൊടുക്കാം. പിന്നെ ഇത് നമുക്കൊരു എൻഡ് പോലെ നമുക്ക് ക്ലോഷർ കിട്ടാൻ വേണ്ടി, ഒരു പൈപ്പിന് ക്ലോഷർ കിട്ടണമെങ്കിൽ ഇത് എൻഡ്. അപ്പോൾ ഇത്ര അതെ, ഇത് നല്ലതാണ്. പച്ചക്കറിയൊക്കെ നനയ്ക്കാൻ വേണ്ടി ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോപ്പർ സെറ്റ് ചെയ്യാൻ ഇത് നല്ലതാണ്. ഇതോ ഇത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തു, ആ സ്റ്റാർട്ടറെ കണക്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് വെക്കുന്നു. ഇതിന് പൈപ്പ് വിടുകയെന്ന് വെച്ചോ, അപ്പോൾ നിങ്ങൾക്ക് ആ ലൈനിൽ എന്തെങ്കിലും മെയിൻറ്റെയിൻസ് ചെയ്യണം. ക്ലോസ് ചെയ്തിട്ട് ആ ലൈൻ വേണ്ടെന്ന് വെക്കണേ, ആ ലൈൻ വേണ്ടെന്ന് വെക്കാം. അത് നമ്മൾ വലിയൊരു പരിപാടിയായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ പരിപാടി. ഇപ്പം പച്ചക്കറി കൃഷിയാ, ടെറസില് അതിന്റെ സീസൺ കഴിഞ്ഞു. അപ്പം അങ്ങോട്ടുള്ള നന വേണ്ട, നിങ്ങൾക്ക് ഈ എൻഡ് ക്യാപ്പ് ക്ലോസ് ചെയ്താൽ മതി. ഓ അങ്ങനെ ഈ ക്യാപ്പ് നമുക്ക് ആ ഒരു സെക്ഷൻ ആയിട്ടൊക്കെ വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കണക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ മറ്റേ വെള്ളത്തിന് വന്നത്. ഇതിന്റെ ഓരോ കളറുണ്ട്. ഇതിന്റെ കളർ അനുസരിച്ചാണ് അതിന്റെ വെള്ളത്തിന്റെ ലിറ്ററിന്റെ ഔട്ട് വരുന്നത്. ഇതിപ്പോ 4 ലിറ്റർ അങ്ങനെ മണിക്കൂറിലല്ല മിനിറ്റാന്ന് തോന്നുന്നു. മിനിറ്റിൽ 4 ലിറ്ററോളം പോകും. അങ്ങനെ. അപ്പൊ ഇത് പല ലിറ്റർ വെള്ളം പോകുന്നുണ്ട്. കളർ അനുസരിച്ചാണ് വ്യത്യാസം വരും. ഓക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളായിട്ട് മെസ്സേജ് അയച്ചാലും മതി. അപ്പോൾ ഇതുപോലെ കൊച്ചു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കണ്ടന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ ശരിയായി നല്ല കൈതായതുകൊണ്ട് ഭയങ്കര മടുപ്പാണ്. കാരണം നമ്മുടെ കാലൊക്കെ നന്നായിട്ട് മുറിയും. അവിടെ ഇരുന്ന് വീഡിയോ എടുക്കാനും പണി മൊത്തം കാണിക്കാനുള്ളൊരു സാഹചര്യമില്ല. അപ്പം എന്തായാലും ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വരാൻ വേണ്ടി ഇനിയും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.